കൊച്ചി നഗരവാസികളെ ബുദ്ധിമുട്ടിലാക്കി ഇന്നും പലയിടത്തും കുടിവെള്ളമില്ല. നഗരത്തിൽ ജല അതോറിറ്റിയുടെ നിസ്സംഗത തുടരുകയാണ്. കലൂർ വൈലോപ്പിള്ളി ലൈൻ, ആശ്രമം ലൈൻ, വട്ടപ്പറമ്പ് റോഡ്, വാഴക്കാല, ചക്കരപ്പറമ്പ്, വൈറ്റില ഉൾപ്പെടെയുള്ള ഇടങ്ങളിലാണ് വെള്ളമില്ലാത്തത്. രാഗനുണ്ട് വിവരങ്ങളുമായി. രാഗൻ, എന്താണ് വാട്ടർ അതോറിറ്റി ഇതിന് മറുപടിയായി നൽകുന്ന എന്ത് വിശദീകരണമാണ്? ഇത് എന്നത്തേക്ക് പുനഃസ്ഥാപിക്കാൻ കഴിയുമായിരിക്കും? മാത്രമല്ല, ജലവിതരണം മുടങ്ങിയതിന് ബദലായി മറ്റെന്തെങ്കിലും സംവിധാനത്തിലൂടെ വെള്ളം ഈ മേഖലയിലുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ടോ? അന്ത്യമില്ലാത്ത അറ്റകുറ്റപ്പണിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കൊച്ചിയുടെ കുടിവെള്ളം മുട്ടിക്കുന്ന ഒരു അവസ്ഥയിലാണ് കാര്യങ്ങൾ. കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ അവരുടെ ദുരിതം വെളിച്ചത്ത് കൊണ്ടുവന്നിരുന്നു. അല്ലെങ്കിൽ വലിയ തോതിലുള്ള ബുദ്ധിമുട്ട് അവർ അനുഭവിക്കുകയാണ്. പല മേഖലകളിൽ ഇപ്പോഴും വെള്ളമില്ല. ഇന്ന് നന്നാവും, നാളെ നന്നാവും എന്നൊക്കെ തന്നെയാണ് പറഞ്ഞിരുന്നത് വാട്ടർ അതോറിറ്റി. പക്ഷേ ഇപ്പോഴും പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ഉപരോധ സമരം ഉൾപ്പെടെ നിശ്ചയിച്ചിട്ടുണ്ട്. നാട്ടുകാർ ഉൾപ്പെടെ കടവന്ത്രയിലെ വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് ഉപരോധ സമരവുമായി എത്തും എന്നതാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വിശേഷണങ്ങളുണ്ട്. ഹൈടെക് നഗരമാണ്, അതോടൊപ്പം തന്നെ സ്മാർട്ട് സിറ്റിയാണ്, കൂടാതെ മെട്രോ നഗരമാണ് എന്നൊക്കെ പറയുമ്പോഴും അടിസ്ഥാന പ്രശ്നങ്ങളിൽ ഇപ്പോഴും പരിഹാരമില്ല. അത് വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ തോതിലുള്ള പ്രതിഷേധവുമായി ജനങ്ങൾ തെരുവിലിറങ്ങേണ്ട ഒരു അവസ്ഥയിലാണുള്ളത്. എന്തായാലും ഇപ്പോഴും ആലുവയിലെ അറ്റകുറ്റപ്പണി പൂർത്തിയായിട്ടില്ല. മാത്രമല്ല, ഈ പൈപ്പ് ഇടയ്ക്കിടയ്ക്കൊക്കെ പൊട്ടുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അത് കൃത്യമായി തന്നെ മാറ്റേണ്ടതായിട്ടുണ്ട്. ഒരു സ്ഥലത്ത് മാറ്റുമ്പോൾ മറ്റൊരു സ്ഥലത്ത് വീണ്ടും പൊട്ടുന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ടുള്ള പ്രതിസന്ധികൾ ഇപ്പോഴും തുടരുന്നു. എന്ന് ഇതിൽ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകും എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം അധികാരികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല. എന്തായാലും ഇന്നും പ്രതിഷേധവുമായി ജനങ്ങൾ എത്തുകയാണ് വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക്.